അപ്പൂപ്പൻ്റെ ആണ്ടിന് ക്ഷേത്രത്തിൽ തിലഹോമം നടത്തിയിട്ട് പ്രസാദം മേടിച്ച് പുറത്തിറങ്ങിയപ്പോൾ മുതിർന്ന ഒരു വ്യക്തി പറഞ്ഞു, ഈ പ്രസാദം വീട്ടിൽ കൊണ്ടുപോകരുത്, ഇവിടെ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെ വച്ചിട്ട് പോകണം, ഇത് വീട്ടിൽ കൊണ്ട് കയറിക്കൂടാ എന്ന് പറഞ്ഞു. ഇത് ശരിയാണോ? സാധാരണ തിലഹോമം കഴിപ്പിച്ച പ്രസാദം നമ്മൾ വീട്ടിൽ കൊണ്ടുപോകാറില്ല എന്നുള്ളതാണ്. പരേതാത്മാവിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കർമ്മമാണ് ഈ തിലഹോമം എന്നുള്ളത്. അത് ഹോമം പ്രസാദം മേടിച്ചു കഴിഞ്ഞാൽ അത് ആ വ്യക്തിക്ക് വേണ്ടി ചെയ്തതാണ്, നമുക്ക് വേണ്ടി ചെയ്തതല്ല. ആ മരണപ്പെട്ടു പോയ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ആ കർമ്മം ചെയ്തത്. അപ്പോൾ ആ കർമ്മ പ്രസാദം നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ച് നമ്മൾ തൊടേണ്ട ആവശ്യമില്ല. അങ്ങനെ തൊടാൻ പാടില്ല എന്ന് പണ്ട് മുതൽക്കേ പറയുന്നതാണ്. നമ്മൾ വീട്ടിൽ വെച്ചാണ് ഈ കർമ്മം ചെയ്യുന്ന ഹോമം ചെയ്യുന്നതെങ്കിലും അതിൻ്റെ പ്രസാദം പിന്നീട് തൊടാൻ അനുവദിക്കാറില്ല. അപ്പോഴത്തെ ആ ഒരു സമയത്ത് മാത്രം മതി എന്നാണ് പറയാറുള്ളത്. ആ മുതിർന്ന വ്യക്തി തിലഹോമ പ്രസാദം വീട്ടിൽ കൊണ്ടുപോകേണ്ട, അവിടെ വയ്ക്കൂ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതാണ്. പല ക്ഷേത്രങ്ങളിൽ തിലഹോമം നടക്കുന്ന ക്ഷേത്രങ്ങളിൽ ഇത്തരം പ്രസാദം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഷ് വെച്ചിട്ടുണ്ട്. ആൾക്കാർ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് നിക്ഷേപിക്കുക എന്ന് പറഞ്ഞ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു തവണ തൊട്ടിട്ടതിന് ശേഷം പിന്നീട് അത് വീട്ടിൽ കൊണ്ടുപോകണ്ട എന്നുള്ള അർത്ഥത്തിലാണ് അവർ പറയാറുള്ളത്. അത് നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ.